ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBS PSC നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിന്റെ 6th ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ LBS സെന്റർ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. സൈറ്റിൽ കയറിയതിന് ശേഷം നമുക്ക് ഓൾറെഡി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള LBS PSC നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. 16-ാം തീയതിയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കാൻഡിഡേറ്റ്സ് ക്യാൻ രജിസ്റ്റർ ന്യൂ കോഴ്സ് കോളേജ് ഓപ്ഷൻസ് ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെന്റ്, അതായത് 6th അലോട്ട്മെന്റ് സെപ്റ്റംബർ 17-ാം തീയതി മുതൽ 19-ാം തീയതി വരെ 4 മണി വരെ, വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൾറെഡി 5th അലോട്ട്മെന്റിന് വേണ്ടിയിട്ടും 4th അലോട്ട്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളാകാം. ആ ഓപ്ഷൻസ് എല്ലാം തന്നെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ഓപ്ഷൻസ് വെക്കുക എന്നതാണ്. പുതിയ ഓപ്ഷൻസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. പഴയ ഓപ്ഷൻസ് എല്ലാം തന്നെ ക്യാൻസൽ ആയി പോയിട്ടുള്ളതുമാണ്. അതുപോലെ ഇനി ആർക്കൊക്കെയാണ് 6th അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് പങ്കെടുക്കാം. ഇനി അലോട്ട്മെന്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീസ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം. എന്നാൽ അലോട്ട്മെന്റ് കിട്ടി ടോക്കൺ ഫീസും അടച്ച് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടിയ കുട്ടികൾ NOC നിർബന്ധമായും ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യണം. NOC എന്ന് പറയുന്നത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജിൽ പോയി പ്രിൻസിപ്പളുമായി സംസാരിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജസിൽ നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6th അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്നതുകൂടി മനസ്സിലാക്കുക. അതുപോലെ ദൂരെയുള്ള കോളേജസിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി തന്നെ NOC വാങ്ങണം എന്നില്ല. കോളേജിൽ വിളിച്ചു ചോദിച്ചതിന് ശേഷം അവർ മെയിലായിട്ടും NOC അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ക്രീൻഷോട്ട് ചെയ്തൊന്നും ആരും അപ്ലോഡ് ചെയ്യരുത്. അത് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കാൻ ചെയ്ത് മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വാക്കൻസി സീറ്റുകൾ നോക്കിക്കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. വാക്കൻസി സീറ്റ് എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LBS സൈറ്റിലെ 3 ലൈൻസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ റെഡ് ഇൻറ്റു മാർക്ക് കാണിച്ചിരിക്കുന്നത് കുട്ടികൾ അഡ്മിഷൻ എടുക്കാത്തതും, ടിക്ക് മാർക്ക് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് കുട്ടികൾ അഡ്മിഷൻ എടുത്തതുമാണ്. അപ്പോൾ റെഡ് മാർക്ക് ഇൻറ്റു മാർക്കിൽ കാണിച്ചിരിക്കുന്നത് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്കും റാങ്കും ഒക്കെ ബേസ് ചെയ്ത് കാറ്റഗറി റേഞ്ച് ഒക്കെ നോക്കിയതിന് ശേഷം ആ ഒരു ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മുന്നോട്ട് ഓപ്ഷൻ രചിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് വെക്കേണ്ടത്. അതുപോലെ ഇനി 6th അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീസ് അടച്ചു എന്ന് വിചാരിച്ച് അവിടെ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി 6th അലോട്ട്മെന്റിൽ കിട്ടിയ അഡ്മിഷനും ക്യാൻസൽ ആകും. അതുപോലെ തന്നെ മറ്റ് ബാക്കിയുള്ള 7th 8th അലോട്ട്മെന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജസിലും നിങ്ങൾക്ക് പ്രയോറിറ്റി ചെയ്ത് തന്നെ വെക്കണം. ഇഷ്ടമുള്ള കോഴ്സസ് ആൻഡ് കോളേജസ് മാത്രം വെക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. ഇത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ LBS സെന്ററിലേക്ക് നിങ്ങൾക്ക് വിളിച്ചും ചോദിക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള നമ്പറും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ അവരുടെ മെയിൽ ID-യിലേക്കും നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. അതുപോലെ സൈറ്റിൽ LBS PSC നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിന്റെ പ്രസ് റിലീസ് 6th അലോട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതുമുണ്ട്. നിങ്ങൾക്ക് അതും ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റും ഉള്ളതാണ്. ഇനി 6th അലോട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കും എന്ന് ഉറപ്പുണ്ടെങ്കിലുള്ള കോളേജസ് മാത്രം ഓപ്ഷൻസ് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണോ വെക്കേണ്ടത് ആ കോളേജിൽ സീറ്റ് വാക്കൻസി ഉണ്ടോ എന്നതും നോക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. സീറ്റ് വാക്കൻസി നോക്കുന്നതോടൊപ്പം തന്നെ ആ സീറ്റ് വാക്കൻസിയിൽ ഓൾറെഡി ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാകും. ആ കുട്ടി അവിടെ അഡ്മിഷൻ എടുക്കാത്തത് കൊണ്ടാണ് ആ സീറ്റ് വാക്കൻസി വന്നിരിക്കുന്നത്.
അപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും അതുപോലെ തന്നെ എത്ര ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിയാണ് എന്നതൊക്കെ നോക്കിയതിന് ശേഷം അതോടൊപ്പം കാറ്റഗറിയും കൂടെ നോക്കി സീറ്റ് വാക്കൻസിയും കൂടെ നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ചു മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. ഇപ്പോൾ പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് മുന്നത്തെ പോലെ ടോക്കൺ ഫീ അടച്ചിട്ട് നമുക്ക് അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത 6th അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സ് ആണോ കിട്ടുന്നത് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നത് നിർബന്ധമായ കാര്യമാണ്. കാരണം ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ട് നിന്നാൽ നമുക്ക് 1 വർഷം കൂടുതൽ പോവുകയും കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങാനുള്ള സമയം കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ NOC ഉണ്ടെങ്കിൽ മാത്രമേ സെൽഫ് ഫിനാൻസ് കോളേജസിലുള്ള സ്റ്റുഡൻസിന് അടുത്ത അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. എന്നാൽ ഗവൺമെന്റ് കോളേജസിനാണ് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് 6th അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി NOC സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. സെൽഫ് ഫിനാൻസിംഗ് കോളേജിലുള്ള സ്റ്റുഡൻസിനാണ് NOC സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നത്. NOC സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് 6th അലോട്ട്മെന്റിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. നിങ്ങൾക്ക് LBS സെന്ററിലെ 3 ലൈൻസിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് അവിടുത്തെ വേക്കൻസി സീറ്റുകൾ നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വേക്കൻസി സീറ്റിന്റെ ഓൾറെഡി നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി ചെന്ന് കണ്ടു നോക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ശ്രദ്ധിച്ച് ഓപ്ഷൻസ് വെക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജസ് നിങ്ങൾ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ നിർബന്ധമായും എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം മാത്രം ചെയ്യുക. ഇനി പല കുട്ടികളും ചോദിച്ചതാണ് LBSനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളത്. ആ നമ്പേഴ്സ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. പല കുട്ടികളും ചോദിക്കുന്ന കുറെ കാര്യങ്ങളാണ്. PNC, MAC, AMCS, FNCK, GNM, ANM ഇതെല്ലാം പ്രോസസ്സിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ പലരും ഈ LBSൽ അപ്ലൈ ചെയ്ത പലരും ഈ ഒരു അസോസിയേഷനിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് രീതിയിൽ കിട്ടണം എന്നുള്ളത്. ഇപ്പോൾ അസോസിയേഷൻ വഴിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉണ്ടാവില്ല, കാറ്റഗറി റിസർവേഷൻ ഉണ്ടാവില്ല, സ്കോളർഷിപ്പ് ഉണ്ടാവില്ല, അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്നാൽ LBSലാണ് എന്നുണ്ടെങ്കിൽ കാറ്റഗറി ബേസ് ചെയ്ത് നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടാകും. എല്ലാ കാറ്റഗറിക്കും ഫീ കൺസെഷൻ ഇല്ല, എന്നാൽ ചില കാറ്റഗറിക്ക് ഫീ കൺസെഷൻ ഉണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഗ്രാന്റ് സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളുണ്ട്. എന്നാൽ ഈ കുട്ടികൾക്കെല്ലാം ഈ അസോസിയേഷൻ വഴി നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ലഭിക്കുകയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി സ്വന്തമായി ഡിസൈഡ് ചെയ്യാം. നമുക്ക് ഒരു കോഴ്സ് ആയിട്ടാണ് പഠിക്കാൻ പറ്റുള്ളൂ. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ. അപ്പോൾ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾ ഡെഡിക്കേറ്റ് ആയത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പല കുട്ടികളിലും ടൈമിന് അപ്ഡേഷൻ അറിയാത്തത് കൊണ്ട് തന്നെ അലോട്ട്മെന്റ് വെക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ഓൾറെഡി പാരാമെഡിക്കൽ കോഴ്സസിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് വെക്കാത്ത കുട്ടികളുമുണ്ട്. അവർക്കും ഒരു അവസരമാണ്. കറക്റ്റ് ടൈമിന് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 17 മുതൽ സെപ്റ്റംബർ 19 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.